രേവതി അകത്തേക്ക് പോകുമ്പോൾ ഓർക്കും അമ്മ ഉറങ്ങാണ്, ഉണർത്തി കഴിഞ്ഞാൽ ചീത്ത പറയും. നോക്കുമ്പോൾ വർഷേനെ കാണും. അപ്പോൾ വർഷേനോട് പറയും. പക്ഷേ വർഷ ഒരു കോളിലായിരിക്കും. വർഷ ഇതൊന്നും കേൾക്കുന്നില്ല. കഥ കേട്ട് കഴിഞ്ഞിട്ട് സച്ചി ശ്രീകാന്തിനോട് ചോദിക്കും, വർഷ എന്താ പറയാതിരുന്നത്? ഞാൻ ഇവളെ തേടി കുറേ അലയട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? ആ സമയത്ത് വർഷ അവിടേക്ക് കയറി വരികയാണ്. വർഷ രേവതിയോട് ചോദിക്കും, ഒന്ന് പറഞ്ഞിട്ടൊക്കെ പോയിക്കൂടായിരുന്നോ ചേച്ചി? സച്ചിയേട്ടൻ കുറേ തിരഞ്ഞ് അലഞ്ഞു എന്നൊക്കെ പറയും. രേവതി ചോദിക്കും, ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞിട്ടല്ലേ പോയത് ചോദിക്കും. വർഷ ചോദിക്കും, എപ്പോൾ പറഞ്ഞു? എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും. ശ്രുതി പറയും, ശ്രീകാന്തേ, ഒന്നെങ്കിൽ നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഏടത്തി, രണ്ടിലൊരാൾ കള്ളം പറയണമെന്ന് പറയും. വർഷ പറയും, ഞാനെന്തിനാ കള്ളം പറയുന്നത്? എന്നോട് ചേച്ചി പറഞ്ഞിട്ടില്ലെന്ന് പറയും. രേവതി ആ കഥ ഒന്നുകൂടി പറയാണ്. നീ റൂമിലിരിക്കുമ്പോൾ ഞാൻ വന്ന് പറഞ്ഞു, നീ എന്നോട് ശരി ഓക്കെ എന്ന് പറയുകയും ചെയ്തു എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് വർഷ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് വെക്കും രാവിലത്തെ കാര്യം. എന്നിട്ട് വർഷ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാൻ സ്റ്റുഡിയോയിലുള്ള ആളോടാണ് സംസാരിച്ചത്. രേവതി ചേച്ചി വന്നതും പറഞ്ഞതും ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവരോടാണ് ഓക്കെ പോയിട്ട് വാന്ന് പറഞ്ഞതെന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് ശ്രീകാന്ത് പറയും, ആ ഇപ്പോൾ വർഷയുടെ അടുത്തും രേവതി ചേച്ചിയുടെ അടുത്തും തെറ്റില്ലെന്ന് നമുക്ക് മനസ്സിലായില്ലേ അച്ഛാന്ന് ചോദിക്കും. പിന്നെ സച്ചിക്ക് രേവതിയോടുള്ള സ്നേഹവും നമുക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കും. സച്ചിയോട് ശ്രീകാന്ത് ചോദിക്കും, രേവതി ചേച്ചിയെ കാണാതെ സച്ചിയേട്ടൻ നന്നായിട്ട് പേടിച്ചില്ല എന്ന് ചോദിക്കും. സച്ചി പറയും, ഞാൻ പേടിച്ചതൊന്നുമില്ല എന്ന് പറയും. ശ്രീകാന്ത് പറയും, വർഷേ നീ കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു. രേവതി ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ സച്ചിയേട്ടൻ രേവതി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു എന്ന് പറയും. വർഷയ്ക്ക്, ഓ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, എനിക്കത് മിസ്സായി പോയല്ലോ. പക്ഷേ അമ്മയ്ക്ക് അപ്പോഴും ഇതൊന്നും വിശ്വാസമില്ല. അമ്മ ചോദിക്കും, നീ പൂ കെട്ടാൻ പോയായിരുന്നോ അതോ നിൻ്റെ പൂക്കാരി ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോയതായിരുന്നു? രേവതി പറയും, എനിക്ക് ഇവിടുന്ന് പൂ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ അവിടുന്ന് തരാമെന്ന് അവർ പറഞ്ഞു. കണ്ടോ, 3000 രൂപയെന്ന് എൻ്റെ വരുമാനം എന്ന് പറഞ്ഞിട്ട് രേവതി പേഴ്സെടുത്ത് കാണിച്ചു കൊടുക്കും. അച്ഛനാണെങ്കിൽ സച്ചിക്ക് രേവതിയോടുള്ള സ്നേഹത്തിനെ പറ്റി വാചാലനായിട്ട് കുറേ സംസാരിക്കും. ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ സച്ചിയോട് പറയാതെ പോയിരുന്നെന്ന് രേവതിയോട് അച്ഛൻ പറയും. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ രേവതി പറയും, അമ്മയൊന്ന് നിന്നേ, ഒരു കാര്യം പറയട്ടെ എന്ന് വരും. എന്നിട്ട് അമ്മയോട് പറയും, രാവിലെ അമ്മ പറഞ്ഞില്ലേ സച്ചിയേട്ടൻ്റെ മനസ്സിൽ ഞാനില്ലാന്ന്. ഇന്ന് കണ്ടില്ലേ സച്ചിയേട്ടൻ്റെ മനസ്സിൽ എനിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ഇനി ഇങ്ങനെ പറയരുത്, പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഞങ്ങൾ സ്നേഹിക്കും. അമ്മ മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ പോവും. സച്ചി പറയും, നീ അമ്മയെ ക്ലീൻ ബൗൾഡാക്കിയല്ലോ. രേവതി ചോദിക്കും, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിക്കും. സച്ചി പറയും, കഴിക്കാം, അതിനു മുമ്പ് വേറൊന്ന് കഴിക്കാനുണ്ട്, ഞാനിപ്പോൾ വരാം. സച്ചി ഫ്രിഡ്ജിൽ നിന്ന് ആ ബോക്സ് എടുത്തിട്ട് രേവതിക്ക് കൊടുക്കണ്. രേവതി ചോദിക്കും, ഇതെന്താന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇത് നീ രാവിലെ പിണങ്ങിയപ്പോൾ പിണക്കം മാറ്റാൻ വേണ്ടി വാങ്ങിച്ചതാന്ന് പറയും. രേവതി ചോദിക്കും, പിണക്കം മാറിയിട്ടാണോ ഇത് തരുന്നത്? ഇത് ഫുള്ള് ഞാൻ തന്നെ കഴിക്കാം, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് പറയും. രേവതിയുടെ അമ്മ സച്ചിയെ ഫോൺ വിളിക്കും. എന്നിട്ട് ചോദിക്കും, രേവതിയെ പറ്റി വല്ല വിവരവും കിട്ടിയെന്ന് ചോദിക്കും. സച്ചി പറയും, ഞാൻ പറയാൻ വിട്ടുപോയതാ, രേവതി വന്നു, അവളെ എവിടെയോ പൂ കെട്ടാൻ പോയതായിരുന്നു. രേവതി അടുത്തുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇല്ല, ഞാൻ രേവതിയോട് രാവിലെ വിളിക്കാൻ പറയാമെന്ന് പറയും. രേവതിയോട് സച്ചി കാര്യം പറയുമ്പോൾ രേവതി ചോദിക്കും, വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. സച്ചി പറയും, നീ അവിടെ എങ്ങാനും ചെന്നിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു എന്ന് പറയും. കുറേ നേരം കരഞ്ഞില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയും, കരയാനോ ഞാനോ, നല്ല കഥ. രേവതി പറയും, സച്ചിൻ്റെ കണ്ണൊക്കെ ചോന്നിട്ടുണ്ടെന്ന് പറയും. സച്ചി പറയും, ഞാൻ നിന്നെ അന്വേഷിച്ച് ബൈക്കിലല്ലേ പോയത്, അതുകൊണ്ടായിരിക്കും എന്ന് പറയും. സച്ചി പറയും, ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് നിന്നെ കണ്ടപ്പോൾ കുറച്ച് കാര്യമൊക്കെ ചെയ്തിരുന്നു പറയും. രേവതി പറയും, ഇതൊക്കെ ഞാൻ വേറെ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കാണണമായിരുന്നു, നല്ല രസമുണ്ടായേനെ എന്ന് പറയും. സച്ചി ചോദിക്കും, രസമോ? ഞാൻ കരയുന്നത് കണ്ട് നിനക്ക് രസിക്കണമല്ലേ? രേവതി പറയും, സച്ചിയേട്ടൻ എന്നെ അടിക്കാൻ ഓങ്ങിയതിൽ വരെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. സച്ചിയേട്ടൻ എന്നെ അടിക്കാൻ കൈ ഓങ്ങുമ്പോൾ ആ സ്നേഹം സച്ചിയേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്നു. സച്ചി പറയും, ഞാൻ രാവിലെ എന്തോ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലേ നീ ഇവിടുത്തെ പോയതാവെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയും. രേവതി പറയും, വിഷമമുണ്ടായിരുന്നു. സച്ചിയേട്ടൻ വായത്തൊന്നൊക്കെ വിളിച്ചു പറയും. സച്ചിയേട്ടനെ എന്ത് പറയണമെന്നൊന്നും അറിയില്ല. ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞിരുന്നു. മനസ്സിലൊന്ന് വെച്ച് വേറൊന്ന് പറയാൻ സച്ചിയേട്ടനെ അറിയില്ല. സച്ചി പറയും, ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലേ, പിന്നെ എന്തിനാ ദേഷ്യപ്പെട്ട് വയ്ക്കും. രേവതി ഒരു നുള്ളു കൊടുക്കുമ്പോൾ സച്ചി പറയും, ആ വേദനിക്കുന്നു എന്ന് പറയും. രേവതി പറയും, ഇതിനേക്കാൾ വേദന ഉണ്ടായിരുന്നു എനിക്ക് രാവിലെ പറഞ്ഞതിൽ എന്ന് പറയും. സച്ചി പറയും, നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെ പോയി എന്ന് അറിയുമെന്ന് വയ്ക്കും. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ്, പോലീസ് സ്റ്റേഷനിൽ വരെ പോയി എന്ന് പറയും. രേവതിക്ക്, പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി എന്ന് ചോദിക്കും. അവിടെ എത്തിയപ്പോൾ നിൻ്റെ അനിയൻ നിൽപ്പുണ്ടായിരുന്നു അവിടെ. രേവതിക്കും, അവനെന്തിനാ അവിടെ വന്നതെന്ന് ചോദിക്കും. സച്ചി പറയും, എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് അവൻ അവിടെ വന്നത്. ഇത് കേട്ടിട്ട് സച്ചിയെ നോക്കി ഞെട്ടി നിൽക്കുകയാണ് രേവതി.